ദൈവവചന ശുശ്രൂഷകൾ സ്വീകരിച്ചതിന് ശേഷം, അതല്ലെങ്കിൽ നല്ലൊരു ധ്യാനം കൂടിയതിന് ശേഷം, അതല്ലെങ്കിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം പലപ്പോഴും പാപത്തിലേക്ക് വീണ് പോകുന്ന അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കലും അച്ഛൻ ഓർക്കുന്നുണ്ട്, സെഹിയോനിൽ വെച്ചിട്ട് അവിടെ ഒരു ധ്യാനം കൂടി. ഒരു വ്യക്തി നന്നായിട്ട് ധ്യാനിച്ച്, നന്നായിട്ട് പ്രാർത്ഥിച്ച്, നല്ല തീരുമാനങ്ങൾ എടുത്ത്, നല്ല അവസാനത്തെ ദിവസം ഭയങ്കരമായിട്ടുള്ള സാക്ഷ്യം പറഞ്ഞ് ഏതാണ്ട് ഒരു 8-9 വർഷത്തിനിടയിൽ തന്നെ അദ്ദേഹം പിന്നെ അതിനേക്കാളും വലിയ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ധ്യാനിക്കാൻ വന്നു, പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെ ഇതെങ്ങനെ പറ്റി, എന്താ സംഭവിച്ചേ? അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാനിവിടുന്ന് പോയപ്പോൾ നല്ല തീരുമാനങ്ങളെടുത്താണ് പോയത്. നല്ല മിടുക്കനാവും, നന്നായിട്ട് പ്രാർത്ഥിക്കും, എല്ലാ ദിവസം പള്ളിയിൽ പോകും, അത് ചെയ്യും, ഇത് ചെയ്യും, എല്ലാ തീരുമാനങ്ങളും എടുത്ത് ഞാൻ തിരിച്ചിരുന്നു. എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ എനിക്ക് സപ്പോർട്ടായിരുന്നു. ഞാൻ മിടുക്കനായിട്ട് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അച്ഛാ, ഞാൻ എൻ്റെ പഴയ കൂട്ടുകാർ അവർ എന്നെ പലപ്പോഴായിട്ട് ഓരോന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഇതാ ഈ പരുവായി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായത്. ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായത്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം വായിച്ചു നോക്കി, കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം, 9-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം വായിച്ച് 16 വായിച്ചു നോക്കി. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോവുകയും കീറൽ വലുതാവുകയും ചെയ്യും. അടുത്ത വായിച്ചേക്ക്, 17 വായിച്ചേക്ക്. ആരും പുതിയ വീഞ്ഞ് ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും, ഓരോ ദൈവവചന ശുശ്രൂഷ സ്വീകരിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പുതിയ വീഞ്ഞാണ്. വീര്യം കൂടിയ അവസ്ഥയാണ് നമുക്കുള്ളത്. പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് ആധ്യാത്മികമായിട്ട് ഉണർന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ തളർത്തുവാനായിട്ട് പിശാച് അവിടെ ഭയങ്കരമായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ടുകൾ ഇന്ന് പല കുടുംബങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തളർന്നു പോകാനുള്ള, വിശ്വാസത്തിൽ വളരുവാനായിട്ട് തകർന്നു പോകാനുള്ള ഒരു കാരണം പലതരത്തിലുള്ള കൂട്ടുകെട്ട്. അത് പലതരത്തിൽ വരുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ഒരു രാജ്യത്താകുമ്പോൾ, പുറം രാജ്യങ്ങളിലൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള തിന്മയുടെ കൂട്ടുകെട്ടുകൾ. എല്ലാത്തിനും അസോസിയേഷൻ ഉണ്ടാക്കുന്ന കാലഘട്ടം ഇത്. എല്ലാറ്റിനും അവരുടെ അസോസിയേഷൻ, ഇവരുടെ അസോസിയേഷൻ, പല ഗ്രൂപ്പുകൾ. ഇന്നിപ്പം എന്താ പറയുക, നമുക്ക് ഫിസിക്കലായിട്ട് കൂടേണ്ട കാര്യം പോലും വർഷത്തിൽ ഒരിക്കൽ കൂടിയാൽ മതി. പക്ഷേ അല്ലെങ്കിൽ വിർച്വലായിട്ട് കൂടിക്കൊണ്ട് തന്നെ ഇങ്ങനെ പലതരത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് പല കാര്യങ്ങൾ പലതരത്തിൽ ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, ദൈവാത്മാവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്കുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പുതിയ വീഞ്ഞ് കൊണ്ടുപോയിട്ട് പഴയ തോൽക്കുടത്തിൽ നീ ഒഴിച്ചു വയ്ക്കരുത്. വലതുകരമേർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അത് പറഞ്ഞാൽ പറയപ്പെട്ടൊരു സിറ്റുവേഷൻസ് ഓഫ് സിന്ന്, ഇത് പ്രധാനപ്പെട്ടതാണ്. സിറ്റുവേഷൻസ് ഓഫ് സിന്നിനെ, പാപത്തിൻ്റെ അവസ്ഥകളെ, സിറ്റുവേഷനെ നമ്മൾ വീണ്ടും, ഈശോ പല അത്ഭുതങ്ങൾ ചെയ്തതിന് ശേഷം ഈശോ പറയുന്ന കാര്യമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഇനി മേലിൽ പാപം ചെയ്തില്ലേ, ആ കൂട്ടുകെട്ടിലേക്ക് നീ പോവരുത്. കാരണം എന്താണ്? നിൻ്റെ ആത്മാവ് നശിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പഴയ കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കുവാൻ മാത്രമല്ല, നമ്മൾ പുതിയ കൃപകൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, ആഗ്രഹിക്കണം. എന്തിനു വേണ്ടി അധ്വാനിക്കണം? നമ്മളെന്ത് വിചാരിക്കും, ഞാൻ നല്ലൊരു ധ്യാനം കിട്ടും, നല്ലൊരു പ്രാർത്ഥന, നല്ല തീരുമാനം, നല്ലൊരു കുമ്പസാരിച്ചു, ഇനി ഞാൻ മിടുക്കനായിട്ട് ജീവിക്കും. നോ. എത്രത്തോളം നമ്മൾ വളരുവാനായിട്ട് ആഗ്രഹം, അവിടെ നമ്മൾ വ്യക്തിപരമായിട്ട് അധ്വാനിക്കണം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം എടുത്ത്, തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം, 2 Timothy chapter 1 verse 6. 2 Timothy chapter 1 verse 6 വായിച്ചു നോക്കിയേ. എൻ്റെ എന്താ ഒരുമാതിരി ഇങ്ങനെ ഹലോ മലയാളീസ്
കേട്ടില്ലേ? ഉറക്കെ വായിക്കേ. ശരിയായിട്ടില്ല. പോരാ. ഇനി ഒന്നും കൂടെ ജീവനോടെ. എൻ്റെ കൈവയ്പിലൂടെ ഒരു തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പഴയതുപോലെ ഇരുന്നാൽ പറയാം, നിങ്ങൾ ഉജ്ജ്വലിപ്പിക്കണം. ജ്വലിപ്പിച്ചാൽ പോരാ, പിന്നെന്ത് ചെയ്യണം? ഉജ്ജ്വലിപ്പിക്കണം. നമ്മളെന്താ ചെയ്യുന്നത്? 10 പോയാൽ മതി. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കുരിശ് എത്തിക്കുന്നുണ്ട്, അത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ കാലഘട്ടമൊന്നും അല്ല ഇപ്പം എന്ത് യുഗമാണ്? AI യുഗമാണ്. അറിയാമോ നിങ്ങൾക്കത് മലയാളീസ്? കുറേ കമ്പ്യൂട്ടർ ജ്ഞാനികളിവിടെ ഉണ്ടല്ലോ. നമ്മളൊന്നും ചിന്തിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടി ഇങ്ങോട്ട് പറയുന്ന കാലഘട്ടമാണ്, ചെയ്യുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ നോർമലായിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ എടുത്ത് ബ്രെയിൻ വാഷ് ചെയ്യുന്ന സാധനങ്ങൾ അപ്പുറം ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, തിരയറിഞ്ഞ് നമ്മൾ നീന്തണം, ഉജ്ജ്വലിപ്പിക്കണം. എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞേ, ഉജ്ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വെളിച്ചം ഇവിടെ കത്തുന്നതിൻ്റെ ഇരട്ടി വെളിച്ചത്തിൽ ഇത് കത്തണമെന്നർത്ഥം. നമ്മൾ ഇപ്പം ചിന്തിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ, പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന് എന്തിനും പലതരത്തിൽ ഉത്തരങ്ങൾ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന നമ്മളൊരു ചെറിയൊരു എന്താ പറയുക, അജ്ഞതയുടെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കമ്പ്യൂട്ടറിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ബ്രെയിനിനെ പോലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ജ്ഞാനമുള്ളവരപ്പുറത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അജ്ഞതയെ, അത് 10ാം ക്ലാസ്സിൽ പഠിച്ച എന്താ പറയുക വേദപാഠത്തിൻ്റെ ക്ലാസ് കൊണ്ടൊന്നും ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. നമ്മൾ വേദപാഠം പഠിക്കണം. പള്ളിയിൽ നമ്മൾ പഠിച്ചതല്ല. ഇപ്പം നിങ്ങൾ തന്നെ ഇരുന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ നല്ല പുസ്തകങ്ങൾ മേടിച്ചിട്ട് പോവുക. സ്വന്തമായിട്ട് ഒരു ബൈബിൾ മേടിച്ചിട്ട് പോവുക. മരിക്കുന്നതിന് മുമ്പ് ആ സമ്പൂർണ്ണ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് മരിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായിട്ട് വായിച്ചിട്ട് മരിക്കുക. എത്ര പേരുണ്ട് അങ്ങനെ വായിച്ചവർ? കുറേയേറെ പേര് ഇനി മരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇന്ന് തുടങ്ങിയ അടുത്ത വർഷം തീരും 3 അധ്യായം വെച്ച് വായിച്ചാൽ മതി. ഉജ്ജ്വലിപ്പിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു 3 അധ്യായം വെച്ച് ബൈബിൾ വായിച്ചു നോക്കിയോ. നിങ്ങൾക്ക് ഒരുവിധം ഒരു ഇതൊക്കെ 3-5 അധ്യായം വെച്ച് വായിച്ചു നോക്കിയാൽ, ഈ കഴിഞ്ഞ ദിവസം ഡാനിയേൽ പോകുന്നതൊക്കെ അച്ഛൻ്റെ ഒരു സെഷൻ നടത്തിയായിരുന്നു. നിങ്ങൾ കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള സിസ്റ്റത്തിൽ കൂടെ നമ്മൾ തന്നെ വചനം പഠിക്കുക, സഭയുടെ പഠനങ്ങൾ പഠിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ തന്നെ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉജ്ജ്വലിപ്പിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാളാണ് ഈ മാസം 28-ാം തീയതി. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ഫേമസ് ആണ്. അദ്ദേഹം പാപാവസ്ഥയിൽ ജീവിച്ച വ്യക്തിയാണെന്ന് നമുക്കറിയാം. ഈ മനുഷ്യൻ പാപാവസ്ഥയിൽ ജീവിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഫ് ഷീ ആൻഡ് ഹീ ക്യാൻ ബി എ സെയിൻറ്റ്, വൈ കാണ്ട് ഐ ബി? അവനും അവൾക്കും ഒരു വിശുദ്ധയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദൈവിക ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുവിൻ, നിങ്ങൾക്ക് അന്വേഷിക്കുവിൻ, മുട്ടുവിൻ. ഒക്കെ ഇഷ്ടമാണ്, പറയാനറിയാം. ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ല കാറ് വേണം, അത് വേണം, ഇത് വേണം, അല്ലേ? ദൈവിക ജ്ഞാനത്തിന് വേണ്ടി, ദൈവാത്മാവിൽ നിറഞ്ഞ് ശക്തി പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇതില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മൾ വീണു പോകും. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ 10 പോയാൽ മതി തീരുമാനിക്കുന്നുണ്ടോ? അവിടെ 20 പിശാചിന് ആവശ്യമില്ല. അവൻ ചുമ്മാ വന്നിട്ട് ചുമ്മാ ഊതിയാൽ മതി, കെട്ടുപോകും. കാരണം നമ്മളെക്കാളും കണ്ണിങ്ങാണ് അവൻ. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 1 Corinthians chapter 12 verse 31 പറയുകയാണ്. 1 Corinthians chapter 12 verse 31. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം പറയുകയാണ്, ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ. നമ്മൾ വിചാരിക്കും ഒരു ധ്യാനം കൂടി വചനം കേട്ടും ഓക്കെ മതിനോ? ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക.
ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ദൈവഭക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ പരിശ്രമിക്കുക, അതിനു വേണ്ടി നന്നായിട്ട് കുമ്പസാരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു മാറ്റം വരത്തുള്ളൂ. ഈ ശരിക്കുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ഈ ലോകത്തിലുള്ള ഒരു സാധനവും നമ്മളെ പ്രീതിപ്പെടുത്താത്ത ഒരവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഇറ്റലിയിലുള്ള അസീസിയിൽ ഞാൻ പോയി, ഫ്രാൻസിസ് അസീസിയുടെ സ്ഥലത്ത്. അവിടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മലയുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അവിടെ അദ്ദേഹം തന്നെ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ അവിടെ ആ മലയുടെ, നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ റബ്ബർ തോട്ടം പോലെയുള്ള നല്ല ഇരുണ്ട കട്ട പിടിച്ച മരങ്ങളുള്ള സ്ഥലം. അവിടെ ഫ്രാൻസിസ് അസീസിയുടെ ഒരു പ്രതിമയുണ്ട്. പ്രതിമ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കാസക്ക്, ഒരു ലോഹ ഇട്ടുകൊണ്ട് ഈ മനുഷ്യൻ വെറും മണ്ണിൽ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ മലന്ന് കിടക്കുക. ഒരു സാധനമില്ല, ഒരു സാധനം അദ്ദേഹം ബോധരിക്കുന്നത്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതാണ്, അദ്ദേഹം ആ സ്ഥലത്ത് ചെന്നുകൊണ്ട് ഇങ്ങനെ മലന്ന് കിടക്കാറുണ്ടായിരുന്നു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒന്നും അദ്ദേഹത്തെ അലട്ടുന്നില്ല. ആ മനുഷ്യൻ വിശുദ്ധനാണ്. അനേക കാര്യങ്ങൾ അദ്ദേഹം മരിച്ചതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ തന്നെ പ്രിയപ്പെട്ട ഒരു 5000-ലധികം പേരാണ് ഫ്രാൻസിസ് അസീസിയുടെ പുറകെ നടന്നത്. ഇതാണ് പ്രിയപ്പെട്ട ഒരു ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു കഴിയുമ്പോൾ കർത്താവ് കൊടുക്കുന്ന കൃപ. നിങ്ങളിലൂടെ ഇന്നിപ്പോൾ ജോൺ ബ്രദറിലൂടെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ എത്രയോ പേർക്ക് വചനം കൊടുക്കാവുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടാവും. എത്രയോ നന്നായിട്ട് പാട്ടുകൾ എഴുതാൻ സാധിക്കും, ക്രിസ്തീയ ഗാനങ്ങൾ എഴുതാൻ സാധിക്കുന്ന ആത്മാക്കൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടാവും. ദൈവവചന ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്ന എത്രയോ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭയിലുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ തന്നെ തല്ലിക്കെടുത്തി. ഇന്നിപ്പം നിങ്ങളൊരു പാട്ട് എഴുതി നിങ്ങൾ ആരത്തും ചെയ്യട്ടെ, യൂട്യൂബിൽ ഇവിടെ നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ചെയ്യാം. ദൈവജനം തന്നെ അത് ഏറ്റെടുക്കുന്ന കാലഘട്ടമേത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിലുള്ള കൃപകൾ വളർത്തി നമ്മൾ തന്നെ ഉപയോഗിച്ച് നോക്കി, അവിടെ ദൈവം പ്രവർത്തിക്കും. വലതേറി ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോഴാണ് പ്രിയപ്പെട്ടവർ യഥാർത്ഥത്തിലുള്ള ദൈവഭക്തി, ദൈവസ്നേഹം നമ്മളിൽ വളരുകയും പൗലോസ്ലീഹായെ പോലെ പറയുവാനും സാധിക്കുക. പൗലോസ്ലീഹയുടെ ലേഖനം 3-ാമത്തെ അധ്യായം എടുത്ത് നോക്കി. 3-ാമത്തെ അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇവിടെ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ നേടിയെടുത്ത എല്ലാത്തിനെയും കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്. എന്താ വായിച്ചു നോക്കിയേ? തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവനാണ്, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, എനിക്ക് ഉറക്കെ വായിച്ചേ, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം നഷ്ടമായി കണക്കാക്കി. അടുത്ത വചനം വായിച്ചേക്ക്, 8-ാമത്തെ വചനം വായിച്ചേക്ക്. ഇവ മാത്രമല്ല ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ നഷ്ടമായി തന്നെ അവനെ പ്രതി നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു മാറ്റം പറയും, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. നമ്മൾ ഇങ്ങനെ പോരെ, ഇങ്ങനെ തന്നെ തിരിയണം, നേരെ ഓപ്പോസിറ്റായിട്ട് ദൈവത്തിങ്കിലേക്ക് മാത്രം തിരിയണമെങ്കിൽ നമ്മൾ പഴയതുപോലെ ചിന്തിച്ചാൽ പോരാ. ദൈവവചനത്തോട് ചേർന്ന് നമ്മൾ തന്നെ അധ്വാനിക്കണം. പഴയ കൂട്ടുകെട്ടുകൾ, പഴയ ചിന്താശകലങ്ങൾ, പഴയ കാര്യങ്ങൾ. ഒരു ധ്യാനം കഴിയുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ മൊബൈലൊക്കെ ഒന്ന് അതിനൊന്ന് റീസെറ്റ് ചെയ്യുക, അങ്ങനെ അതൊക്കെ ചെയ്യുക. ആ പഴയ കുറേ കുട്ടിച്ചാത്തമാരെ മൊബൈൽ അങ്ങോട്ട് ചാടിപ്പോട്ടെ. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നേ. ആവശ്യമില്ലാത്ത കുറേ കോണ്ടാക്ട്സുകൾ, ഇത് ചവറുകൾ ഒക്കെ കിടപ്പുണ്ടാവും. എല്ലാം കത്തിച്ച് കളയുക. വീട് തന്നെ മൊത്തത്തിൽ പറ്റി കത്തിക്കുക. അത് വേണ്ടായിരിക്കും അല്ലേ? ഒന്ന് മൊത്തത്തിൽ ജീവിതത്തെ തന്നെ ഒന്ന് ശരിയാക്കുക. അങ്ങനെ ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ആ ഒരു അനുഗ്രഹം പ്രിയപ്പെട്ടവർ, നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ തന്നെ അധ്വാനിച്ചാൽ മാത്രമേ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ. അതിന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നന്മ നിറഞ്ഞ മറിയമേ, എല്ലാവരും കൂടെ ഉറക്കെ ചൊല്ലിക്കേ, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, പരിശുദ്ധ മറിയമേ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനയ്ക്ക് മുൻപായിട്ട്